വിശദമായി നോക്കാം. സാമുദായിക നേതാക്കളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നുവെന്ന കെ മുരളീധരന്റെ പരാമർശത്തെ തള്ളി എം ഹസൻ. സാമുദായിക സംഘടനകളുമായി യുഡിഎഫിന് ഇപ്പോഴും നല്ല ബന്ധം. സാമുദായിക സംഘടനകളോട് സിപിഎമ്മിനും ബിജെപിക്കും ഒരേ നിലപാടാണ്. പാർട്ടി നിയമസഭാ കക്ഷി നേതൃത്വത്തിന് പരിചയക്കുറവുണ്ട്. കെ കരുണാകരനെയും എ കെ ആന്റണിയെയും പോലുള്ളവർ ഇരുന്ന സ്ഥാനങ്ങളിൽ ആ കുറവ് സ്വാഭാവികമാണെന്നും എം ഹസൻ. അത് മുരളീധരന്റെ അഭിപ്രായമൊന്നും ശരിയല്ല. നിരന്തരമായി ഇപ്പോഴത്തെ നേതൃത്വം ഞങ്ങളെല്ലാവരും, ഞാനടക്കം, ഈ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ സമുദായങ്ങളുടെയും നേതാക്കന്മാരുമായി അവരുടെ സംഘടനകളുമായി സൗഹൃദം എന്ന് പറയുന്നത് രാഷ്ട്രീയ ചർച്ചയല്ലല്ലോ. അത് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെല്ലാവരും നിലനിർത്തുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ നിരവധി ഇപ്പോൾ ഈ ജനുവരി മാസത്തിലൊക്കെയാണ് ശിവഗിരി തീർത്ഥാടനം, അപ്പോഴാണ് മന്നം ജയന്തി. അതുപോലെ തന്നെ ക്രൈസ്തവ ബിഷപ്പന്മാര് ഞങ്ങൾക്ക് ഈ പല സമയത്തും ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നടത്തിയ അവരുടെ സ്വീകരണം, ഇതിലെല്ലാം ഇപ്പോഴത്തെ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. മുരളീധരനും പങ്കെടുത്തിരുന്നു. പിന്നെ മുമ്പ് കാലത്ത് വളരെ കെ കരുണാകരനും എ കെ ആന്റണിയുള്ള കാലത്ത് സി കെ കരുണാകരനായിരുന്നു. ഇപ്പോൾ ഉള്ള നേതാക്കന്മാരെല്ലാവരും അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. മുരളി ഇടയ്ക്കിടയ്ക്ക് ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് യാഥാർത്ഥ്യവുമായി നിരക്കാത്ത ചില അഭിപ്രായങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മതസംഘടനകളുമായും സമുദായ സംഘടനകളുമായി അവരുടെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഇന്നത്തെ നേതൃത്വം പരിപൂർണമായി ബന്ധപ്പെടുകയും സഹകരിക്കുകയും ചെയ്തു. ഈ എ കെ ആന്റണിയുടെ കാലത്തും കർണാടക കാലത്തുമൊക്കെ കുറച്ചുകൂടെ വളരെ പരിചിതരായ നേതാക്കളായിരുന്നു. ഏത് സാമൂഹ്യ സാഹചര്യം വന്നാലും അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നറിയാമല്ലോ. ഇപ്പോഴത്തെ നേതൃത്വത്തിന് അങ്ങനെ ഒരു പരിചയക്കുറവ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായി. പരിചയക്കുറവല്ല, അവരെത്ര കാലത്തെ എത്ര പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സി കെ കരുണാകരൻ മുഖ്യമന്ത്രി പാർലമെന്ററി പാർട്ടി ലീഡറായത്. എ കെ ആന്റണിയെ കെ എസ് യുവിന്റെ പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന ആളാണ്. അപ്പൊ അതിപ്പോ ഒരു കെ കെ ആന്റണിയോടും കെ കരുണാകരനോടും ഇപ്പോഴത്തെ നേതൃത്വത്തെ ആരും താരതമ്യം ചെയ്യാൻ തയ്യാറാവില്ല. ഇവര് കുറെ കാലം കഴിയുമ്പോൾ ആ നിലയിലേക്കൊക്കെ എത്തും. ഇവരേറ്റെടുത്ത ഉത്തരവാദിത്വം അവർ തൃപ്തികരമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനാണ് കൂടിയാലോചനകൾ വേണം. പാർട്ടിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യണമെന്നെല്ലാം തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് ഫലപ്രദമായി നടക്കണം. മുരളി പറഞ്ഞ ആ ഒരു ഭാഗമേ ഞാൻ അത് യോജിക്കുന്നുള്ളൂ. കാരണം നിരന്തരമായി സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് രാഷ്ട്രീയകാര്യ സമിതി, KPCC എക്സിക്യൂട്ടീവ്, UDFന്റെ സംസ്ഥാന സമിതി ഇതൊക്കെ കൂടി നിരന്തരമായി ചർച്ച ചെയ്യും. ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള പരിപാടികൾ ഇടുകയും വേണം. അതിന്റെ അഭാവം കുറച്ചുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കും. അത് മുരളീധരന്റെ അഭിപ്രായമൊന്നും ശരിയല്ല. നിരന്തരമായി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാത്തത് പോരായ്മയെന്ന എം ഹസൻ. മാസത്തിലൊന്നെങ്കിലും ചേരണമെന്ന നിർദ്ദേശം നടപ്പിലായില്ല. കൃത്യമായി രാഷ്ട്രീയകാര്യ സമിതി ചേരുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉറപ്പ് നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് അഭിപ്രായ രൂപീകരണം നടത്താത്തതുകൊണ്ടാണ് കെ സുധാകരന്റെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായി മാറുന്നത് എന്നും എം ഹസൻ. അത്തരം കാര്യങ്ങളിൽ മുരളി പറഞ്ഞതിനോട് യോജിക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതി മാസത്തിൽ ഒന്ന് കൂടിയേ തീരൂ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ AICCയുടെ പുതിയ ജനറൽ സെക്രട്ടറി വന്ന ആദ്യത്തെ യോഗത്തിൽ തന്നെ ശ്രീമതി ദീപാദാസ് മുൻഷി ആ ഒരു തീരുമാനം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് എല്ലാ മാസവും രാഷ്ട്രീയകാര്യ സമിതി കൂടും. രാഷ്ട്രീയ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളുമൊക്കെ അതിൽ ചർച്ച ചെയ്യണമെന്നവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അഭിപ്രായം പറയാനുള്ള ഒരു വേദി അതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് കൂടാതിരിക്കാൻ പാടില്ല. ഈ വിമർശനം വന്നതുകൊണ്ടാണ് പുതിയ AICC ജനറൽ സെക്രട്ടറി കർശനമായ നിർദ്ദേശം നേരത്തെ ഈ നിർദ്ദേശം കൊടുക്കാഞ്ഞിട്ടല്ല, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് കൂടാതെ പോയിട്ടുണ്ട്. പക്ഷെ ഇനി ഏത് കാരണം പറഞ്ഞായാലും കൂടാതിരിക്കാൻ പാടില്ല. കാരണം തെരഞ്ഞെടുപ്പ് നമ്മുടെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. സുധീരനൊക്കെ പോലും പരസ്യമായി പറയേണ്ടി വരുന്നു എന്നുള്ളതല്ലേ ആ ഒരു ഗതികേട് നിൽക്കുന്നത്. അതെ, സുധീരൻ മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ അത് വാസ്തവത്തിൽ അത് മീറ്റിംഗിൽ എന്ത് കാര്യം പറഞ്ഞാലും പുറത്തു വരും. അദ്ദേഹം പറഞ്ഞതിൽ ചില പ്രസക്തമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കണം എന്നല്ലാതെ സുധീരൻ ഇങ്ങനെ പരസ്യമായ ഒരു വിവാദം ഇപ്പോഴുണ്ടാക്കുന്നതാണ്. സുധീരനായാലും ഞാനായാലും മുരളിയായാലും ആത്യന്തികമായി അതൊരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കും മുന്നണിക്കും ഗുണം ചെയ്യില്ല. അത്രയേ ഉള്ളൂ.
ആലപ്പുഴയിൽ പുതിയ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും എം ഹസൻ. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് കോൺഗ്രസ് ലോക്സഭാ സീറ്റ് നൽകും. കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കണമോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. എംപിമാർ തുടരണമെന്നാണ് നിലവിലെ ധാരണ. മൂന്നാം സീറ്റ് ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടില്ല എന്നും എം ഹസൻ ന്യൂസ് 8 പറഞ്ഞു. അത് ആലപ്പുഴയിൽ ഏതായാലും തോറ്റ സീറ്റായതുകൊണ്ട് പുതിയ സ്ഥാനാർത്ഥി വരണമല്ലോ. അങ്ങനെയായിരിക്കും ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. KPCC അത്തരമൊരു നിർദ്ദേശമായിരിക്കും ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വയ്ക്കാൻ പോകുന്നത്. മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു പ്രാന്തീയം അത് കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മത്സരിച്ചു, തോറ്റുപോയി. മുസ്ലിം കോൺഗ്രസിനകത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരു അർഹമായ പ്രാതിനിധ്യം കൊടുക്കും. അതുകൊണ്ട് ഇത്തവണ ഉറപ്പായിട്ടും കോൺഗ്രസിന് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടാവും. ആ കാര്യത്തിൽ തർക്കമില്ല. അതെ, UDF വരുമ്പോൾ അത് ഒന്നല്ലല്ലോ. അതെ, അപ്പൊ എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യം കൊടുത്തു വരുമ്പോൾ UDF ആയിട്ട് തന്നെ കാണേണ്ടി വരും. കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഉറപ്പായിട്ടും, കാരണം മുൻകാലങ്ങളിൽ എല്ലാ കോൺഗ്രസിനും ഇവിടെ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടുണ്ട്. ആലപ്പുഴ തോറ്റുപോയെന്നുള്ളൂ. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എനിക്ക് എന്റെ ഉറച്ച വിശ്വാസം ഒരു സ്ഥാനാർത്ഥി ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാവും. കെ മുരളീധരൻ ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇത്തരത്തിൽ സാമുദായിക വിഷയത്തിലടക്കമുള്ള കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത്. അതിനോടുള്ള പ്രതികരണമാണ് ഇപ്പോൾ എം ഹസന്റെ ഭാഗത്ത് നിന്നുമുണ്ടായത്. സാമുദായിക നേതാക്കളുടെ ബന്ധത്തിൽ വിള്ളൽ വന്നുവെന്ന മുരളീധരന്റെ പരാമർശം എം ഹസൻ ഇവിടെ തള്ളിക്കളയുന്നു. ഒപ്പം മറ്റ് പരാമർശങ്ങളോട് യോജിക്കുന്നുവെന്ന് വേണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. രാഷ്ട്രീയകാര്യ സമിതി അടക്കം ചേരാത്തതിൽ കഴിഞ്ഞ ദിവസം മുരളീധരനും സമാനമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അതേ നിലപാട് തന്നെയാണ് എം ഹസൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനീഷ, ഇതിലിപ്പോൾ ഈ സാമുദായിക വിഷയത്തിൽ ഹസൻ മുരളീധരനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാറ്റി നിർത്തിയാൽ മുരളീധരൻ മുന്നോട്ട് വെച്ച എല്ലാ വിഷയങ്ങളോടും ഹസൻ യോജിക്കുന്നുവെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഈ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ മുതിർന്ന നേതാക്കൾക്കുള്ള ഒരു പ്രധാന പരാതിയാണ് ഈ പാർട്ടിയിൽ ഒരു കൂടിയാലോചന നടന്ന ശേഷമല്ല കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നത്. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നേതൃതലങ്ങളിലുള്ളവർ സ്വന്തം നിലയിലൊരു അഭിപ്രായം പറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ രാഷ്ട്രീയ കാര്യ സമിതി ചേർന്ന് വേണം പാർട്ടിയുടെ ഇക്കാര്യത്തിലുള്ള കൃത്യമായ അഭിപ്രായം പറയാൻ. മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരണമെന്ന ധാരണയാണ്, അല്ലെങ്കിൽ അങ്ങനൊരു നിർബന്ധപൂർവ്വമുള്ള തീരുമാനമാണ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അറിയാൻ കഴിയുന്നില്ല. കൃത്യമായി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാത്ത ഒരു സാഹചര്യം. മുതിർന്ന നേതാക്കൾക്ക് ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗങ്ങളായവർക്കടക്കം പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുകാര്യങ്ങളിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് നൽകേണ്ട നിർദ്ദേശം നൽകാൻ കഴിയാത്തൊരു സാഹചര്യം. എന്തായാലും അക്കാര്യത്തിൽ കൃത്യമായ അതൃപ്തി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് UDF കൺവീനർ കൂടിയായ M ഹസന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ ചുമതലയുള്ള പുതിയ ACC സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും നിർബന്ധമായി രാഷ്ട്രീയകാര്യ സമിതി കൂടും എന്നാണ് പറയുന്നത്. എന്തായാലും അതായിരുന്നു കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് നിലവിലെ നിയമസഭാ കക്ഷി നേതൃത്വത്തോടും ഒപ്പം KPCC നേതൃത്വത്തോടുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിയോജിപ്പ്. കാരണം തങ്ങളറിയാതെ തങ്ങളെ ഈ പുറത്ത് നിർത്തിയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നുവെന്ന പരാതിയാണ് ഉണ്ടായത്. എന്തായാലും ആ പരാതിക്കൊരു പരിഹാരം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പരാതി പരിഹാരവുമായി മുന്നോട്ട് നേതൃത്വം പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിഞ്ഞ് കാണേണ്ടത്. എന്തായാലും മുരളീധരൻ ഉന്നയിച്ചിരുന്ന ഒറ്റ ആരോപണത്തോട് മാത്രം ഈ സാമുദായിക സംഘടനകളുമായി നല്ല ബന്ധം നിലനിർത്തുന്നതിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടു എന്ന അദ്ദേഹത്തിന്റെ ആരോപണം മുരളീധരന്റെ പേരെടുത്ത് തന്നെ മുരളീധരൻ അത് പറഞ്ഞത് ശരിയല്ല, ശരിയായ രീതിയിലുള്ള വിമർശനമല്ല. സാമുദായിക സംഘടനകളുമായി മികച്ച ഒരു ബന്ധം തന്നെയാണ് പാർട്ടിക്കുള്ളത്. അത് ഒരു കാലത്തും മാറുന്നില്ല. CPM-ഉം BJP-യും ഒക്കെ ഈ ന്യൂനപക്ഷ മേഖലകളിലേക്ക് കടന്നു കയറാൻ നിരന്തരം ശ്രമിക്കുന്നത് വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമാണ്. മറിച്ച് UDF ആണ് ഇപ്പോഴും കൃത്യമായി ഇവരുമായി ആശയവിനിമയം നടത്തുകയും ഇവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരവുമായി എത്തുകയും ചെയ്യുന്നതെന്ന് M ഹസൻ വ്യക്തമാക്കുന്നു. ഒപ്പം ഈ പാർട്ടി നേതൃത്വത്തിന്, ഈ നിയമസഭാ കക്ഷി നേതൃത്വത്തിനും പാർട്ടി നേതൃത്വത്തിനും പരിചയക്കുറവുണ്ടല്ലോ എന്ന ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. K. കരുണാകരൻ
കുമാറിനെയും AK ആന്റണിയെയും പോലെയും പരിണതപ്രജ്ഞനായ കേരള രാഷ്ട്രീയത്തെ അമ്മാനമാടിക്കൊണ്ടിരുന്ന ആളുകൾ കൈകാര്യം ചെയ്ത പദവികളാണ്. സാവധാനം ഈ ഒരു നിലയിലേക്ക് ഈ നിലവിലെ നേതൃത്വം എത്തുമെന്നും പറയുന്നുണ്ട്. ഒപ്പം ആലപ്പുഴയിൽ പുതിയ സ്ഥാനാർത്ഥി എത്തും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സംസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകളിൽ നിലവിലുള്ള സീറ്റുകളിൽ ഈ തൽസ്ഥിതി തുടരാൻ വയനാട് ചേർന്ന പാർട്ടി യോഗം തീരുമാനിച്ചിരുന്നു. MP-മാരോട് അതത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് രൂപം നൽകുന്നു പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം പരാജയപ്പെട്ട ഏക സീറ്റായ ആലപ്പുഴയിൽ പുതിയ സ്ഥാനാർത്ഥി ഉണ്ടാവും. അത് അങ്ങനെയുള്ള ഒരു തീരുമാനമാവും KPCC നേതൃത്വം ഹൈക്കമാൻഡിന് നൽകൂ എന്നും ഹസൻ പറയുന്നു. അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച ഷാനിമോൾ ഉസ്മാന് ആലപ്പുഴയിൽ വീണ്ടും ഒരു അവസരം ലഭിക്കില്ല എന്നതിനെയാണ് MM ഹസൻ വ്യക്തമാക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. MM ഹസന്റെ പ്രതികരണമാണ് കണ്ടത്. കൃത്യമായി രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നില്ല, നേതാക്കൾക്കിടയിൽ കൂടിയാലോചന നടക്കുന്നില്ല, അതുകൊണ്ടാണ് KPCC അധ്യക്ഷനടക്കം വ്യത്യസ്ത പ്രതികരണം ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള വിമർശനം MM ഹസന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വി മുരളീധരൻ എന്താണോ പറഞ്ഞത് പല വിഷയങ്ങളിലും അതിനോട് സമാനമായ പ്രതികരണമാണ് ഹസന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ചും നിയമസഭാ കക്ഷി നേതൃത്വത്തിന് പരിചയക്കുറവുണ്ട് എന്ന വിഷയത്തിലടക്കം സമാനമായ പ്രതികരണമാണ് മുരളീധരന്റെയും ഹസന്റെയും ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ സാമുദായിക സംഘടനകളുമായി നല്ല ബന്ധമാണ് എന്നുകൂടി ഹസൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ജനതാദൾ